നമസ്കാരം, ഭാരത് ലൈവിലേക്ക് സ്വാഗതം. നമ്മുടെ തിരുവനന്തപുരത്തിന്റെ മേയർ ആര്യ രാജേന്ദ്രന്റെ ഭർത്താവും MLA-യുമായ സച്ചിൻ ദേവും കൂടി കഴിഞ്ഞ ദിവസം ഒരു ബസ് ഡ്രൈവറോട് കാട്ടിക്കൂട്ടിയ പരാക്രമമൊക്കെ നമുക്കറിയാം. ഏതായാലും ഫലത്തിൽ എന്ത് പരാക്രമം കാട്ടിയാലും ബസ് ഡ്രൈവർക്കാണ് നഷ്ടമുണ്ടായത്. ബസ് ഡ്രൈവർക്ക് സസ്പെൻഷൻ കിട്ടിയെന്നല്ലാതെ മറ്റൊന്നും ഇവിടെ സംഭവിച്ചിട്ടില്ല. ഏതായാലും ഇവർക്കെതിരെ കേസുമായി അല്ലെങ്കിൽ കാര്യങ്ങൾ വ്യക്തവും കൃത്യവുമായി വിവരിച്ചുകൊണ്ട് ബസ് ഡ്രൈവർ രംഗത്ത് വന്നപ്പോഴേക്കും ബസ് ഡ്രൈവറെ BMS ആക്കാനും ബസ് ഡ്രൈവറെ ലഹരി ഉപയോഗിച്ചു എന്ന് വരുത്തി തീർക്കാനും ഒക്കെയുള്ള ശ്രമങ്ങൾ അണിയറയിൽ ഒരുങ്ങിയിരുന്നു. ലൈംഗിക ചേഷ്ടകളോടെ ആംഗ്യം കാണിച്ചു എന്ന് പറഞ്ഞുകൊണ്ട്, അതായത് ഓടുന്ന ബസ്സിലിരുന്ന് അതേ വേഗത്തിൽ പുറകിൽ വരുന്ന കാറിലെ യാത്രക്കാരായ ഇവരെ, അതായത് ഭാര്യയും ഭർത്താവും അവരുടെ ബന്ധുക്കളും ഒക്കെയുള്ള അവരുടെ കുടുംബത്തെ നോക്കി ലൈംഗിക ചേഷ്ടയോടുകൂടിയുള്ള ആംഗ്യം കാണിച്ചു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആ ബസ് ഡ്രൈവറെ ഡിമോറലൈസ് ചെയ്യാനുള്ള ശ്രമമാണ് ഇപ്പോൾ നടക്കുന്നത്. ബസ് ഡ്രൈവർക്കെതിരെ കേസുണ്ട് എന്ന് പ്രചരിപ്പിക്കുന്നു. അങ്ങനെ നിരവധി കാര്യങ്ങൾ ഇപ്പോൾ നടന്നുകൊണ്ട് വരികയാണ്. ഏതായാലും അതുമായി ബന്ധപ്പെട്ട CCTV ദൃശ്യങ്ങൾ പുറത്തു വന്നപ്പോൾ നമുക്ക് മനസ്സിലാവുന്നത് മേയർ ആര്യ രാജേന്ദ്രന്റെ വണ്ടിയാണ് KSRTC ബസ്സിനെ തടഞ്ഞത് എന്നാണ്. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അവിടുത്തെ അതുപോലെ തന്നെ ഓഡിയോ ദൃശ്യങ്ങളും വീഡിയോ ദൃശ്യങ്ങളും എടുത്തവരുടെ ഫോണിൽ നിന്ന് ആര്യയുടെ ഭർത്താവും ചേർന്ന് ഈ ദൃശ്യങ്ങളെല്ലാം ഡിലീറ്റ് ചെയ്യിപ്പിക്കുകയും ഇനി യാത്ര പോകുന്നില്ല, ഇവിടെ യാത്ര അവസാനിപ്പിക്കുകയാണെന്ന് യാത്രക്കാരോട് പറഞ്ഞ് ഇറക്കി വിടുകയും ചെയ്ത സാഹചര്യമൊക്കെ ഉണ്ടായി. ഏതായാലും തൊഴിൽ തടസ്സപ്പെടുത്തിയതിന് ആര്യ രാജേന്ദ്രനെതിരെ കേസെടുക്കേണ്ട സാഹചര്യം ഉണ്ടാകുന്ന അവസ്ഥയെത്തിയപ്പോൾ അതിനൊരു മറുകേസ് കൊടുത്തുകൊണ്ട്, ലൈംഗിക ചേഷ്ട കാണിച്ചു എന്നൊക്കെ പറഞ്ഞുകൊണ്ടൊരു മറുകേസ് കൊടുത്തുകൊണ്ടാണ് യഥാർത്ഥത്തിൽ ഇവർ ഇതിനെ പ്രതിരോധിക്കാൻ ശ്രമിക്കുന്നത്. ഇന്നലെ പുറത്തു വന്ന CCTV ദൃശ്യങ്ങളിലെല്ലാം ഏതാണ്ട് ഒരു 20 മിനിറ്റോളം രണ്ടുപേരും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ബസ്സും ആര്യ രാജേന്ദ്രൻ വണ്ടിയും തമ്മിൽ പോകുന്നത് നമുക്ക് കാണാം. ഏതാണ്ട് 4 സ്റ്റോപ്പ് കഴിഞ്ഞെത്തുമ്പോഴേക്കും, പട്ടം കഴിഞ്ഞ് 4 സ്റ്റോപ്പ് കഴിഞ്ഞെത്തുമ്പോഴാണ് ഈ പ്രശ്നമുണ്ടായത്. അപ്പോഴൊന്നും ആരോപിക്കാതിരുന്ന ഈ ലൈംഗിക ചേഷ്ട കാണിച്ചു എന്ന ആരോപണം പിന്നീട് ആര്യ രാജേന്ദ്രൻ പറയുന്നുണ്ട്. ഏതായാലും ആര്യ രാജേന്ദ്രനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ അതിസമർത്ഥയായ, ഈ പ്രായത്തിനിടയിലും അതിസമർത്ഥയായ പെൺകുട്ടിയാണ്. അക്കാര്യത്തിലൊരു സംശയമില്ല. കാരണം അവരുടെ ഓരോ കാര്യങ്ങൾ എടുത്ത് നോക്കിയാലും അവരുടെ ആ അതിസാമർത്ഥ്യം കാണാം. അവരുടെ നിപ്പിലും നടപ്പിലും വർത്തമാനത്തിലുമെല്ലാം ആ അതിസാമർത്ഥ്യം ദൃശ്യവുമാണ്. നമുക്കറിയാം, ഓരോ വിഷയം ഉണ്ടാകുമ്പോഴും അവർ സംസാരിക്കുന്ന രീതി നമുക്കറിയാം. ഇന്നലെ ഡ്രൈവറുമായി സംസാരിച്ചൊരു ഓഡിയോ പുറത്തു വന്നിട്ടുണ്ട്. ആ ഓഡിയോയിൽ അവർ എത്ര തന്ത്രപരമായാണ് സംസാരിക്കുന്നത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഈ ഡ്രൈവർ, ഇത് മേയറമ്മയാണല്ലോ അപ്പുറത്ത് നിൽക്കുന്നത്, അതുകൊണ്ട് മര്യാദയ്ക്ക് സംസാരിക്കണമല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് എവിടെയെങ്കിലും ഒന്ന് സംസാരത്തിൽ ഒരു മിതത്വം പാലിക്കാൻ ശ്രമിച്ചാൽ ഉടനെ ഓടിക്കേറുന്ന, അയാളുടെ തലയിലേക്ക് ഓടിക്കേറാൻ ശ്രമിക്കുന്ന ആര്യ രാജേന്ദ്രനെ ഇവിടെ ദൃശ്യമാണ്. ഒരുപക്ഷെ ആര്യ രാജേന്ദ്രനെക്കാട്ടിൽ മുതിർന്ന ഒരാളായിരിക്കാം ഈ ബസ് ഡ്രൈവർ. ആര്യ രാജേന്ദ്രൻ അത്ര മുതിർന്ന പെൺകുട്ടിയൊന്നുമല്ല. ഞാൻ മുതിർന്ന സ്ത്രീയാണ്, പെൺകുട്ടി എന്ന് പറയുന്നത് മുതിർന്ന സ്ത്രീയാണെന്ന് അവർ അവകാശപ്പെടുന്നുണ്ട്. ഏതായാലും അവർക്ക് എന്തായാലും അങ്ങനെ തന്നെ ഇരിക്കട്ടെ, മുതിർന്ന സ്ത്രീയായി തന്നെ ഇരിക്കട്ടെ. ഏതായാലും ആര്യ രാജേന്ദ്രനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഇത്രയും തന്ത്രപരമായി സംസാരിക്കുന്ന ഒരാളെ ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. അവർ സംസാരിക്കുമ്പോൾ എവിടെയും ഒരു പഴുതുണ്ടാക്കാതെ ആ ഓഡിയോ കേട്ടാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ആ അപ്പുറത്ത് നിൽക്കുന്ന ആ ബസ് ഡ്രൈവറെ കൃത്യമായി ടാർഗറ്റ് ചെയ്തുകൊണ്ട് സംസാരിക്കുന്നതായി നമുക്ക് ഫീൽ ചെയ്യും. അപ്പോഴും ബസ് ഡ്രൈവർ പറയുന്നുണ്ട്, ഞാനൊന്നും ചെയ്തില്ലല്ലോ മാഡം, എന്തിനാണ് ഇങ്ങനെ പറയുന്നത് എന്ന് ചോദിക്കുമ്പോൾ നിങ്ങൾക്കിപ്പോഴും തെറ്റ് മനസ്സിലാകുന്നില്ല എന്ന് പറഞ്ഞിട്ട് സുരേഷ് ഗോപിയെ ആക്രമിച്ചവരും അതാണ് പറഞ്ഞത്. ഒരാൾ ക്ഷമ പറയാൻ എന്തെങ്കിലും നിങ്ങൾക്ക് ഫീൽ ചെയ്തിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണം എന്ന് പറയാൻ വിളിക്കുമ്പോൾ ആ തെറ്റു മനസ്സിലാക്കിക്കാനുള്ള ആ ജാഗ്രത, അതായത് അവരെ കൊണ്ട് സമ്മതിപ്പിച്ചെടുക്കാനുള്ള ജാഗ്രത സുരേഷ് ഗോപിയുടെ വിഷയത്തിൽ നമ്മൾ കണ്ടതാണ്. ആ ജാഗ്രത തന്നെയാണ് സുരേഷ് ഗോപിയുടെ വിഷയത്തിലെ പോലെ തന്നെയുള്ള ഒരു ജാഗ്രതയാണ് അവിടെ, ഒരു കുശാഗ്ര ബുദ്ധിയാണ് ആര്യ രാജേന്ദ്രൻ കാണിക്കുന്നത്. ഏതായാലും ആര്യ രാജേന്ദ്രനും ഭർത്താവും കാണിച്ചത് ശുദ്ധ തെമ്മാടിത്തരമാണെന്ന് പറയാതിരിക്കാൻ കഴിയില്ല. കാരണം അത്തരത്തിലൊരു പ്രകടനം അവിടെ കാഴ്ചവെക്കുകയും ഒരു പാവം പിടിച്ച ഒരാളുടെ ജോലി പോകാൻ പറയുന്നുണ്ട്, ഞാൻ സിംഗിൾ പേരൻ്റാണ്, എൻ്റെ ഭാര്യ മരിച്ചതാണ്, കുട്ടിയെ കൊണ്ടാണ് ജീവിക്കുന്നത്, തനിക്ക് ജീവിക്കാൻ മറ്റു മാർഗങ്ങളില്ലാത്തത് കൊണ്ട് അത് അയാളുടെ ജോലി കൂടി നഷ്ടപ്പെടുന്ന രീതിയിലേക്ക് മേയറുടെ ഭർത്താവ് മാറി എന്നുള്ളതാണ്. മേയർ പോകുന്ന വഴിയിൽ ഇനി ട്രാഫിക് സിഗ്നലുകളെല്ലാം അടച്ചിട്ട് മേയറെയും, നമുക്കറിയാം രാഷ്ട്രപതിയുടെ വാഹനവ്യൂഹത്തിലൊക്കെ പോയ ആ വാഹനവ്യൂഹത്തിനിടയിലേക്ക് ഇടിച്ചു കയറ്റിയ മേയർ ആര്യ രാജേന്ദ്രനെ നമുക്കറിയാം. എത്രമാത്രം ധാർഷ്ട്യമാണ് ഈ സ്ത്രീക്കുള്ളതെന്ന് മനസ്സിലാക്കാൻ അതിൽ കൂടുതലൊന്നും വേണ്ട. ഈ സ്ത്രീയുടെ വിചാരം മേയർ ആയാൽ പിന്നെ ഒന്നും വേണ്ട എന്നാണ്. പിന്നീട് മേയറായി കഴിഞ്ഞ് പിന്നെ ഒരു MLA-യും കൂടി കല്യാണം കഴിച്ചു. അതും അവരുടെ തന്ത്രപരമായ ബുദ്ധി, ആ ബുദ്ധി നമുക്ക് എവർക്കും മനസ്സിലായതുമാണ്. അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊന്നും വ്യക്തിപരമായ വിഷയമായതുകൊണ്ട് ഞാൻ പറയുന്നില്ല. എങ്കിൽ പോലും എല്ലാ കാര്യത്തിലും ബുദ്ധിയുള്ള
വളരെ ബുദ്ധിമതിയായ ഒരു സ്ത്രീ. ആ സ്ത്രീയാണ് ഇപ്പോൾ ഒരു ബസ് ഡ്രൈവറെ കുടുക്കാനും അവർ പോകുന്ന വഴിയിലെല്ലാം അവർ പോകുന്ന സ്ഥലത്തൊക്കെ അവരെ വണ്ടി ചേസ് ചെയ്യാൻ പാടില്ല, ഇത്തരമൊരു മനോഭാവം നമ്മൾ കണ്ടത്. ഒരു വണ്ടിയും കയറിപ്പോകരുതെന്ന മനോഭാവമുള്ള ആളായിരുന്നു തൃശ്ശൂരിൽ ശോഭാ സിറ്റിയിൽ അപകടമുണ്ടാക്കിയ നിഷാം എന്ന് പറയുന്ന ഒരാൾ. ചന്ദ്രബോസ് എന്ന് പറയുന്ന ഒരാളെ കൊലപ്പെടുത്തിയ നിഷാം ഇപ്പോൾ ജയിലിലാണ്. ഇത്തരം മനോഭാവമുള്ളവരാണ്. അതേ മനോഭാവമാണ് ആര്യ രാജേന്ദ്രനും സച്ചിനുമെന്ന് പറയാതിരിക്കാൻ കഴിയില്ല. ഏതായാലും പുറത്തു വരുന്ന വിവരങ്ങൾ അതീവ ഗുരുതരം തന്നെയാണ്. MLA-ക്കെതിരെയും അതുപോലെ തന്നെ മേയർക്കെതിരെയും കൃത്യമായ നിയമ നടപടികളുമായി കോടതിയിലേക്ക് ഡ്രൈവർ പോകുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഏതായാലും നീതി കിട്ടാൻ കേരള പോലീസിൽ നിന്ന് നീതി കിട്ടുമെന്ന് നമുക്ക് യാതൊരു തരത്തിലുള്ള ചിന്തയുമില്ല. കാരണം ഒരു കത്ത് മേയർ ആര്യ രാജേന്ദ്രനുമായി ബന്ധപ്പെട്ട് ആര്യ രാജേന്ദ്രൻ ഒപ്പിട്ട കത്ത് ആവിയായി പോയ സംസ്ഥാനമാണ് കേരളം. അപ്പോൾ തീർച്ചയായിട്ടും അത്തരത്തിൽ ക്രൈംബ്രാഞ്ച് അന്വേഷണത്തിൽ ആവിയായി പോയതാണ്. അപ്പോൾ അത്തരത്തിൽ ഈ കേരളത്തിലെ പോലീസൊന്നും ഈ ആര്യ രാജേന്ദ്രനെ കുറിച്ച് അന്വേഷിച്ചാലൊന്നും കിട്ടാൻ പോകുന്നില്ല. അതുകൊണ്ട് കോടതി ഇടപെട്ടെങ്കിൽ മാത്രമേ ഈ വിഷയത്തിൽ എന്തെങ്കിലും ഒരു തീരുമാനം ഉണ്ടാവുകയുള്ളൂ എന്ന് ഡ്രൈവർക്ക് അറിയാവുന്നതുകൊണ്ടാണ് ഡ്രൈവർ കോടതിയെ സമീപിക്കുന്നുവെന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്.